റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. കേൾക്കുമ്പോൾ എളുപ്പമല്ല എന്ന് തോന്നാം, എന്നാൽ അനുവർത്തിച്ചാൽ, പരിശീലിച്ചാൽ കൃപയിറങ്ങുന്ന വചനമാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുത്. നിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ചിലപ്പോഴൊക്കെ നമ്മുടെ അവസ്ഥകൾ വിപരീത അനുഭവങ്ങളല്ലേ പ്രദാനം ചെയ്യുന്നത്. കാരണം അത്രമാത്രം സഹിക്കാൻ അപ്പുറത്ത് ദ്രോഹമാണ് നമ്മളെ ചിലപ്പോൾ തേടിയെത്തുന്നത്. അത്രമാത്രം സഹനാനുഭവങ്ങൾ ജീവിതത്തിൽ ചേർത്തു വെച്ച ഓർമ്മകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. എന്തിന് എന്നോട് ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒരു നന്മ പോലും അവൻ ചെയ്യുന്നില്ലല്ലോ എന്നോട്. എത്രമാത്രം സ്നേഹം കരുതലും ഞാൻ സമ്മാനിച്ചിട്ട്, എത്രമാത്രം ഞാൻ അവന് വേണ്ടി നിന്നിട്ട് എനിക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഇവയൊക്കെയാണല്ലോ എന്നുള്ള തേങ്ങലാണ് എന്ന് നമുക്ക് സ്നേഹമുള്ളവരെ നമ്മളിൽ ഉള്ളതെങ്കിലും വചനം തരുന്നൊരു ബലമുണ്ടല്ലോ സ്നേഹമുള്ളവരെ. നിന്നിൽ നിന്ന് പീഡനാനുഭവങ്ങൾ നെഗറ്റീവ് പുറത്തേക്ക് വരാതിരിക്കട്ടെ. കാരണം എന്തറിയോ? യു ആർ എ ബ്ലെസ്സിങ്. പറ്റുന്നും കൊണ്ടല്ലേ, യു ആർ എ ബ്ലെസ്സിങ്. അപ്പോൾ നീ ഒരു ബ്ലെസ്സിങ് ആയി മാറുമ്പോൾ നിന്നിലൂടെ വരേണ്ടതും ബ്ലെസ്സിങ് ആണ്. ആ പീഡന അനുഭവങ്ങൾ നിന്നിലേക്ക് വരുമ്പോൾ തന്നെ ആ മുള്ളനുഭവങ്ങൾ നിന്നിലേക്ക് വരുമ്പോൾ തന്നെ അതിനെ ബ്ലെസ്സിങ് ആയി മാറ്റാൻ കർത്താവിന് കഴിയും. നിന്നിലേക്ക് എയ്തു വരുന്ന ഒരു അമ്പിനെ അത് റോസാ പുഷ്പമാക്കാൻ, അതിനെ സുഗന്ധമുള്ളതാക്കാൻ, അതിനെ കൃപയുള്ളതാക്കാൻ, നിന്റെ ജീവിതത്തിന് വേരുറപ്പ് നൽകുന്ന വിഷയമുള്ളതാക്കി മാറ്റാൻ അത് കർത്താവിന് കഴിയും. ആര് പറഞ്ഞു അത് നിനക്ക് വേണ്ട എന്ന്? ആ കൈപ്പുള്ള അനുഭവങ്ങളെ നിന്റെ ജീവിതത്തിന് അനിവാര്യമാണെന്ന് സ്വർഗത്തിലെ നല്ല അപ്പൻ അറിയാം. അതുകൊണ്ടല്ലേ റോസാ പുഷ്പത്തിന് നല്ല സുഗന്ധവും നല്ല നിറവും ഉള്ളപ്പോൾ തന്നെ അതിന് മുള്ളുകൾ കൂടി അവശേഷിപ്പിച്ചിരിക്കുന്നത്. റോസ പേരുള്ള പുഷ്പമാണ്, പക്ഷെ അതിനോടുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നത് റോസയാക്കുന്നത്, ആ പുഷ്പത്തെ പുഷ്പമാക്കുന്നത് ആ മുള്ളനുഭവങ്ങൾ കൂടിയാണ് എന്നത് ഓർക്കുമ്പോൾ അത് ആ പൂവിൻ്റെ തനിമയെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവത്തെ ഓർത്തെടുക്കാനും ധ്യാനിക്കാനും കഴിയട്ടെ. ദിവസം ഒരുപാട് സുഗന്ധം നിറഞ്ഞതാവട്ടെ.